കോഴിക്കോട് മുക്കത്ത് 2 വർഷത്തിലധികമായി 60കാരന്റെ താമസം ശുചിമുറിയിലാണ്. അതേസമയം വീടില്ലാതെ ശുചിമുറിയിൽ താമസിക്കുന്ന സദാനന്ദന് നഗരസഭയുടെ നികുതി അടയ്ക്കണമെന്നുള്ള നോട്ടീസും വന്നിട്ടുണ്ട് എന്നതാണ് വിരോധാഭാസം. മുക്കം നഗരസഭയിലെ തെച്ചിയാട് വെള്ളിപ്പറമ്പ് വീട്ടിൽ സദാനന്ദനാണ് താമസിച്ചിരുന്ന പഴയ ഷെഡ് പൊളിഞ്ഞതിനു ശേഷം ശുചിമുറിയിൽ താമസിക്കുന്നത്. പ്രാഥമിക കാര്യങ്ങളും താമസവുമെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ. 2 വർഷത്തിലധികമായി സദാനന്ദന്റെ താമസം ഇങ്ങനെയാണ്. ഈ ബാത്റൂമിലാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇവിടെ കിടക്കോ? ഭക്ഷണമൊക്കെ ഇവിടെ തിന്നോ? ഇത്തവണയും വോട്ട് ചെയ്ത സദാനന്ദൻ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം വീടില്ല, വെള്ളമില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. പക്ഷേ ഒന്നും ശരിയായില്ല. പനയോല വെട്ടാൻ പോകുന്ന ജോലിക്കിടെ പനയിൽ നിന്നും വീണ് പരിക്കേറ്റു. ഏറെക്കാലം ആശുപത്രിയിലായിരുന്നു. പിന്നീട് സദാനന്ദന് കാര്യമായ ജോലിക്കൊന്നും പോകാനും പറ്റാതെയായി. നാട്ടുകാരുടെ സഹായത്താൽ അങ്ങാടികളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണവും ആരെങ്കിലും നൽകുന്ന ചെറിയ പൈസകളും കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതേസമയം വീടില്ലാത്ത സദാനന്ദന് ഇപ്പോൾ മുക്കം നഗരസഭയുടെ നികുതി അടയ്ക്കാനുള്ള നോട്ടീസും വന്നിട്ടുണ്ട്. ഇതൊരു വളരെ ദയനീയമായ അവസ്ഥ. ഇപ്പം നമ്മൾ അതിദരിദ്രരില്ല എന്നാണല്ലോ വെപ്പ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊരു അപമാനമാണ്. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ സദാനന്ദന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം. സദാനന്ദന് സ്വന്തമായി സ്ഥലമുണ്ട്. 5 വർഷം മുൻപ് ഇവിടെ നാട്ടുകാർ മുൻകൈയെടുത്ത് തറ കെട്ടിയെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള സദാനന്ദന്റെ അവസ്ഥ കണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, കോഴിക്കോട്.